ചൈനയിൽ നിന്നുള്ള മിക്സഡ് എക്കോണമിക് ഡാറ്റ മൂലം കഴിഞ്ഞ ദിവസം മെറ്റൽ ആൻഡ് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരികയും ഇന്ത്യൻ മാർക്കറ്റ് 0.4% ഇടിഞ്ഞ് 24,668 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. FIS 278 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 234 കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അതിൻ്റെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്സിൻ്റെ പ്രൊഡക്ഷൻ 475 കിലോ ടൺ പെർ ആനത്തിൽ നിന്നും 764 കിലോ ടൺ പെർ ആനമാക്കി ഉയർത്താൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി ലൂബ് മോഡേണൈസേഷനും ബോട്ടം അപ്ഗ്രഡേഷനും വേണ്ടി കമ്പനി 4,679 കോടി രൂപ ചെലവാക്കാൻ തയ്യാറായി. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ഇൻകം ടാക്സ് അപ്പലറ്റ് ട്രിബ്യൂണൽ ഇൻഡസ് ടവറിന് അനുകൂലമായ വെർഡിക്റ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ടാക്സ് ലയബിലിറ്റിയിൽ 3,500 കോടി രൂപയുടെ കുറവുണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡസ് ടവർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ശ്രീരാം പ്രോപ്പർട്ടീസിൻ്റെ പ്രൊമോട്ടേഴ്സ് ശ്രീരാം ഗ്രൂപ്പിൻ്റെ തന്നെ ശ്രീരാം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വെൽഫെയർ ട്രസ്റ്റിൽ നിന്നും 5.2 ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്ത് ശ്രീരാം പ്രോപ്പർട്ടീസിലുള്ള പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് 48.47% ഉയർത്തിയിട്ടുണ്ട്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ഛത്തീസ്ഗഡിൽ ഫ്രൈറ്റ് കാർ മാനുഫാക്ചറിംഗ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 187 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഫ്രൈറ്റ് കാർ മാനുഫാക്ചറിംഗ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ 132 കിലോവാട്ട് ശേഷിയുള്ള ട്രാൻസ്മിഷൻ ലൈൻ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ടേൺ കീ പ്രൊഡക്റ്റും ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. വേദാന്ത എന്ന കമ്പനി 8 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഡിസംബർ 24. പതഞ്ജലി ഫുഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അരുണാചൽ പ്രദേശിൽ പാം ഓയിൽ പ്രോസസ്സിംഗ് മിൽ കമ്പനി ആരംഭിച്ചു. 5 മെട്രിക് ടൺ പെർ അവർ എന്ന ശേഷിയുള്ള പാം ഓയിൽ ക്രഷിംഗ് ആണ് ഇവിടെ പുതിയ മില്ലിൻ്റെ കപ്പാസിറ്റി. ആൾ കാർഗോ ടെർമിനൽസിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 4% ഇടിഞ്ഞു. ഇയർ ഓൺ ഇയറിൽ 1% വർധനവുണ്ടായി. HCC എന്ന കമ്പനി QIP വഴി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. 45 രൂപ 27 പൈസ പെർ ഷെയർ എന്ന ഡിസ്കൗണ്ട് റേറ്റിലാണ് കമ്പനി അതിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുന്നത്. ഗ്രാവിറ്റ എന്ന കമ്പനിയും 750 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നു. 2,206 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഗ്രാവിറ്റ അതിൻ്റെ സ്റ്റേക്കുകൾ വിറ്റഴിക്കുന്നത്. നിറ്റ്കോ എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റുകളുടെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ്, മാർബിൾ, മൊസൈക്ക് എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിറ്റ്കോയ്ക്ക് 105 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പാസഞ്ചർ ട്രാഫിക്കും എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റും വർദ്ധിച്ചത് GMR എയർപോർട്ടിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. പാസഞ്ചർ ട്രാഫിക്ക് 14% ഇയർ ഓൺ ഇയറിലും എയർക്രാഫ്റ്റ് ട്രാഫിക്ക് 8% ഇയർ ഓൺ ഇയറിലുമാണ് വർദ്ധിച്ചത്. ഇത് GMR എയർപോർട്ട് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. റെലിഗർ എൻ്റർപ്രൈസസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ചില ഇൻഷുറൻസ് ഇറഗുലാരിറ്റിയുമായി സംബന്ധിച്ച് IRDA റെലിഗർ എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിപ്രോ എന്ന കമ്പനി അപ്ലൈഡ് വാല്യൂ ടെക്നോളജീസിൻ്റെ 100% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രോട്ടീൻ ഗവൺമെൻറ് ടെക്നോളജി എന്ന കമ്പനി മലേഷ്യയിലുള്ള സബ്സിഡറിയെ ഡിസോൾവ് ചെയ്തു. ഇവിടെ മലേഷ്യയിലുള്ള സബ്സിഡറി കമ്പനിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് കമ്പനിയുടെ ബിസിനസ് മോഡലിനെ ബാധിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സെൻട്രൽ വാർ ഹൗസിംഗ് കോർപ്പറേഷനിൽ നിന്നും 39 കോടി രൂപയുടെ ഓർഡർ റെയിൽടെൽ എന്ന കമ്പനിക്ക് SITC ഓഫ് CCTV സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. റെയിൽ വികാസ് നിഗം എന്ന കമ്പനിക്ക് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ എലിവേറ്റഡ് മെട്രോ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 270 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് RVNL എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വരുൺ ബിവറേജ് ലൂണാർ മെക്കിൻ്റെ 39% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.